ഓം ജയ് സായിറാം. നമശിവായ. നമ്മളിന്ന് പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിക്കുകയാണ്. വേറൊന്നുമല്ല, സായി ഭഗവാന്റെ സച്ചരിതം. പല രീതിയിലുള്ള ഗ്രന്ഥങ്ങൾ ചെറുതായിട്ടുണ്ട്, വലിയൊരു ഗ്രന്ഥമുണ്ട്. ഇതിപ്പോ നമ്മൾ ഹേമന്ത് പാന്തിന്റെ സച്ചരിതവുമായിട്ട് ആണ് നമ്മൾ വായന തുടങ്ങുന്നത്. ഹേമന്ത് പാന്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശരിയായിട്ടുള്ള പേര് ഗോവിന്ദ് രഘുനാഥ ദാബോൽക്കർ എന്നാണ് അദ്ദേഹത്തിന്റെ ശരിയായിട്ടുള്ള നാമധേയം. അദ്ദേഹം 1922 മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഭഗവാന്റെ അനുവാദത്തോടു കൂടിയിട്ട് ഈ സച്ചരിതം എഴുതാനായിട്ട് തുടങ്ങുന്നത്. ഭഗവാൻ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഭക്തന്റെ ആഗ്രഹം സാധിക്കട്ടെ, അദ്ദേഹം നല്ല മനസ്സോടുകൂടി എഴുതുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കൈകളിൽ എൻ്റെ ശക്തി ഉണ്ടായി ഇത് വളരെ ഭംഗിയായിട്ട് എഴുതി പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ അനുഗ്രഹം കൊടുത്തുകൊണ്ടാണ് ഇദ്ദേഹം ഈ സച്ചരിതം എഴുതാൻ തുടങ്ങുന്നത്. അങ്ങനെ 1922 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഈ സച്ചരിതം എഴുതാൻ തുടങ്ങി. 1929 മെയ് ജൂൺ മാസത്തിലാണ് ഈ സച്ചരിതം പൂർത്തീകരിക്കപ്പെടുന്നത്. അങ്ങനെ ആ 29-ാം വർഷത്തിൽ 1929 ആഷാഢ മാസം വെളുത്ത പക്ഷത്തില് 9-ാം ദിവസം ആണ് ഹേമന്ത് പാന്ത് സായിനാഥന്റെ തൃപ്പാദങ്ങളിൽ ഈ സച്ചരിതം സമർപ്പിക്കുന്നു. അങ്ങനെയാണ് ഈ സച്ചരിതം എന്ന മഹാഗ്രന്ഥത്തിന്റെ തുടക്കമുണ്ടായി. ആ തുടക്കത്തിൽ അദ്ദേഹം ഭഗവാനെ കാണാൻ പോവാണ്. ആ ഭഗവാനെ കാണാൻ പോകുമ്പോൾ കാണുന്നത്, ഭഗവാൻ ഒരു തിരികല്ലില് ഗോതമ്പിട്ട് പൊടിക്കുന്ന ഒരു കാഴ്ചയാണ് ആദ്യമായിട്ട് അദ്ദേഹം കാണുന്നത്. അപ്പൊ ഇത് വളരെ അത്ഭുതം തോന്നി. ഇതെന്താ ഭഗവാൻ ഈ കല്ലിലിട്ടിട്ട് ഗോതമ്പ് പൊടിക്കണ എന്ന് തോന്നി. ധാരാളം ആൾക്കാർ അവിടെ കൂടിയിട്ടുണ്ട് ഗോതമ്പ് പൊടിപ്പിക്കുന്നത് കാണാൻ. ഭഗവാൻ എന്താ ഈ കാണിക്കണെന്ന് ആർക്കും ഇന്നും മനസ്സിലായില്ല. എല്ലാവരും ഭഗവാന്റെ കൂടെ നിൽക്കാണ് ഗോതമ്പ് പൊടിപ്പിക്കുന്നത് കണ്ട്. ധാരാളം ഗ്രാമവാസികൾ ഇത് കാണാനായിട്ട് അവിടെ കൂടിച്ചേർന്നു. അങ്ങനെ ഇത് കൂടിച്ചേർന്നപ്പോ ഭഗവാൻ യാതൊരു തരത്തിലുള്ള ഭാവവ്യത്യാസമില്ലാതെ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ അതില് 4 സ്ത്രീകള് ഭഗവാന്റെ അടുത്ത് കയറി. അവര് ഭഗവാന്റെ വളരെ അടുത്ത ഭക്തന്മാരാണ്. ഇവര് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു. ഭഗവാൻ, ഞങ്ങളിത് പൊടിച്ചോളാം, ഈ ഭഗവാനായിട്ട് ബുദ്ധിമുട്ടണ്ട, ഞങ്ങളത് പൊടിച്ചോളാം എന്ന് പറഞ്ഞു. ഭഗവാനും സന്തോഷമായി. കാരണം ചെറിയ ഭക്തജനങ്ങളാണ്, എന്റെ ബുദ്ധിമുട്ട് കണ്ടിട്ടായിരിക്കാം ഇവർ വന്ന് പൊടിക്കണേ. ഇതെന്തിനാണെന്ന് ആർക്കൊന്നും അറിയില്ല. അങ്ങനെ ഇവര് 4 പേരും കൂടിയിട്ട് ഈ തിരികല്ലില് ഗോതമ്പിട്ട് പൊടിച്ചു തുടങ്ങി. ഇപ്പൊ കുറച്ച് ഗോതമ്പ് പുറത്തിരിക്കുന്നുണ്ട്. ആ ഗോതമ്പ് ഒരു കുറേശ്ശെ ആയിട്ട് തിരികല്ലിലിട്ടിട്ട് പൊടിച്ചു തുടങ്ങി. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞപ്പോ ഇവരുടെ മനസ്സിൽ ഒരു ധാരണ ഉണ്ടായി. കാരണം ഭഗവാനിപ്പോ കുടുംബങ്ങളോ അല്ലെങ്കിൽ വേറെ സംവിധാനങ്ങളോ ഒന്നും ഇല്ല. അപ്പൊ അദ്ദേഹത്തിന് ഈ ഗോതമ്പിന്റെ ആവശ്യമില്ല. അപ്പൊ ഈ ഗോതമ്പ് അവസാനം നമുക്ക് വിധിച്ചെടുക്കാം എന്നുള്ള ഒരു മനോജ്ഞനാണ് അവരത് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ഭഗവാനും ഒന്നും മിണ്ടണില്ല. ഭഗവാൻ വളരെ സന്തോഷവാനായിട്ട് ചിരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇത് പൊടിച്ചൊക്കെ കഴിഞ്ഞു. പൊടിച്ചൊക്കെ കഴിഞ്ഞപ്പോ ഇവരൊന്ന് തീരുമാനിച്ചു, 4ആയിട്ട് പകുത്തെടുക്കാം. ഭഗവാൻ ഇപ്പൊ ഗോതമ്പൊടിയുടെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഇവര് 4ആയിട്ട് പകുക്കാണ്, 4 പേർക്ക് കൊണ്ടുപോകാനായിട്ട്. ഇത് കണ്ട ഭഗവാൻ, അദ്ദേഹത്തിന്റെ മുഖത്ത് ചിരിയൊക്കെ പോയി. ആകെ ദേഷ്യം വന്നു ഭഗവാൻ. ഭഗവാൻ അവസാനം ദേഷ്യപ്പെട്ട് ചോദിച്ചു, എന്താ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സാധനമാണോ പഠിപ്പിക്കണേ? ഇത് നിങ്ങൾക്ക് എന്താ അധികാരം ഇത് കൊണ്ടുപോകാനായിട്ട് എന്ന് വെച്ചപ്പോ ഇവരാകെ അന്താളിച്ചു പോയി. 4 സ്ത്രീകളും ഭയപ്പെട്ടു. ഭഗവാനാ ചൂടാവണം.
ദേഷ്യം വരുന്നത്. ഇതിനാകെ പേടി. അപ്പൊ ഭഗവാൻ ഇത് പറഞ്ഞു, ഇതെന്താ ചെയ്യണ്ടേ എന്നുള്ളതായി. എല്ലാരും ആരാരും നിശബ്ദരായിട്ട് നിൽക്കുക. ഭഗവാൻ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കണോ. ഭഗവാൻ പറഞ്ഞു, ഇത് നിങ്ങള് കൊണ്ടുപോയിട്ട് ഈ ഗ്രാമത്തിന്റെ അതിർത്തിയിലുള്ള പുഴയിൽ കൊണ്ടിടാൻ പറഞ്ഞു. എല്ലാ അതിർത്തിയിലും വിതറാൻ പറഞ്ഞു. ഗ്രാമത്തിന്റെ എല്ലാ അതിർത്തിയിലും കൊണ്ടുപോയിട്ട് വിതറാൻ പറഞ്ഞു. അപ്പോഴും ഇവർക്ക് ഇതെന്താന്ന് മനസ്സിലായില്ല. അങ്ങനെ അപ്പൊ ഇതെന്താണ് ആൾക്കാർ ചോദിക്കുമ്പോഴാണ് പറഞ്ഞത്, ഇവിടെ കോളറ ഇങ്ങനെ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അനവധി പേര് കോളറ ബാധിച്ച് മരണപ്പെട്ടു. അപ്പൊ ഈ കോളറേനെയാണ് ഞാൻ ഇത് മുഴുവൻ പൊടിച്ചുണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഇതുകൊണ്ട് ഈ അതിർത്തിയിൽ മുഴുവൻ, ഗ്രാമാതിർത്തിയിൽ കൊണ്ട് വിതറാൻ പറഞ്ഞു. അങ്ങനെ ഭഗവാൻ പറഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നോക്കാനില്ല. ഭഗവാന്റെ ആജ്ഞ അനുസരിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെയൊക്കെ ജോലി. അങ്ങനെ ഇവരെന്ത് കാട്ടി, ഇവരെല്ലാരും പോയി ഈ ഗോതമ്പ് പൊടി ഈ ഗ്രാമത്തിന്റെ എല്ലാ അതിർത്തിയിലും കൊണ്ടുവന്ന് ഇട്ടു. അപ്പോഴും ഇതെന്താണ് എന്നുള്ളത് അവർക്കൊന്നും മനസ്സിലായില്ല. പിന്നീടാണ് അവർക്ക് മനസ്സിലായത്, അവിടെ ഉണ്ടായിരുന്ന കോളറ കുറഞ്ഞു വന്ന് അവിടുത്തെ ആ കോളറ എന്ന് പറഞ്ഞ രോഗാണു കംപ്ലീറ്റ് പോയി. ഭഗവാൻ പറഞ്ഞു, ആ കോളറയുടെ രോഗാണുക്കളെയാണ് ഞാൻ ഇതിലിട്ട് ഉണ്ടായിരുന്നത്. അതിനെയാണ് നിങ്ങൾ വിതറാൻ പറഞ്ഞത്. ആ കോളറ കുറയാനായിട്ട് ഇത് സഹായിച്ചു. അതാണ് ഞാൻ അത് ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഭഗവാന്റെ ആ മഹാലീല എന്താണെന്ന് ഹേമന്ത് പാന്തിന് മനസ്സിലായത്. ഹേമന്ത് പാന്ത് പിന്നെ ഒന്നും നോക്കാൻ പോയില്ല. ഈ ലീലകള് ലോകം മുഴുവൻ അറിയണ്ടേ, ഭഗവാന്റെ ലീലകൾ അറിയണ്ടേ. അതിനു വേണ്ടിയിട്ട് ഒരു പുസ്തകം അദ്ദേഹം എഴുതാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ച് ഭഗവാന്റെ അടുത്ത് ചോദിക്കാൻ ഭയണ്ട്. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യാന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഹേമന്ത് പാന്ത് അദ്ദേഹത്തിന്റെ അടുത്ത് പോയി, അവിടെ അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള ഒരാള് അവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് പോയി പറഞ്ഞു, ഇങ്ങനെ ഞാൻ ഒന്ന് ഉദ്ദേശിക്കുന്നുണ്ട്, അത് ഒന്ന് ഭഗവാനോടൊന്ന് പറയണം എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് ഭയമുണ്ട്, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാന്നൊന്നും അറിയില്ല. അങ്ങനെ അദ്ദേഹം ഭഗവാനോട് പറഞ്ഞു, ഇങ്ങനെ ഹേമന്ത് പാന്ത് ഒരു പുസ്തകം എഴുതണമെന്ന് വിചാരിക്കുന്നുണ്ട്, അത് എഴുതാനായിട്ടുള്ള അനുവാദം അങ്ങ് കൊടുക്കണം, പറ്റില്ല എന്നൊന്നും പറയരുത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനോട് പറഞ്ഞു. അങ്ങനെയാണ് ഈ പുസ്തകത്തിന് സച്ചരിതം, ഭഗവാന്റെ സച്ചരിത പുസ്തകത്തിന് തുടക്കം കുറിക്കുന്നത്. അതാണ് 1-ാം അധ്യായം. ഈ അധ്യായം തുടങ്ങുന്നത് തന്നെ ഹേമന്ത് പാന്ത് വിഘ്നേശ്വരനായിട്ടുള്ള മഹാഗണപതിക്കും സരസ്വതിക്കും മറ്റെല്ലാ ദേവതകളുടെ പാതാരബിന്ദങ്ങളിൽ ഇത് അർപ്പിച്ചുകൊണ്ടാണ് ഇത് എഴുതാൻ തുടങ്ങുന്നത്. ഇതാണ് ഭഗവാന്റെ സച്ചരിതത്തിലെ 1-ാം അധ്യായം. ഓം ജയ് സായിരാം, നമഃ ശിവായ. ഈ കഥ ഞാൻ പറയാൻ കാരണം തന്നെ പ്രധാനമായിട്ട്, സാധാരണ ഈ ഗ്രന്ഥങ്ങള് മഹാഭാരതം രാമായണത്തൊക്കെ വായിക്കാൻ കേൾക്കുക വയസ്സായിട്ടുള്ള ആൾക്കാരാണ്. ഇത് ഞാൻ ഇത്രയും വളരെ ലളിതമായിട്ട് പറയുന്നത് ഭഗവാന്റെ സച്ചരിതം കുട്ടികളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കഥ കുട്ടികളെ കേൾപ്പിക്കും. അതാണ് നമുക്ക് ഇന്നത്തെ സമൂഹത്തിന്റെ ഈ ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്ക് കാരണമാവുന്നത്. അതുകൊണ്ട് എല്ലാ കുട്ടികളെയും ഇത് കേൾപ്പിക്കണമെന്ന് എന്താ പറയാ, ഭഗവാന്റെ നാമത്തിൽ നിങ്ങൾക്ക് അഭ്യർത്ഥിക്കുക. ഓം ജയ് സായിരാം.